ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 1ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ തദ്രീബു തിലാവയിലെ അദ്രസു ഹാദി വസലാസോൻ 31ാമത്തെ പാഠം. ഇതിൽ നമ്മൾ പഠിക്കുന്ന അക്ഷരം ഏതാ നോക്കാം. നമുക്കിവിടെ എന്താ ചിത്രത്തിൽ ഒരു മരം കൊത്തിയാണ് അല്ലേ, ഹൂപ്പ്. ഹുദ് 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 എന്നാണ് അറബിയിൽ അതിന് പറയുക. ഹുദ് ഹുദ് ഹൂപ്പ്, ഹുദ് ഹുദ്. അപ്പോൾ നമ്മളിതിൽ പഠിക്കുന്നത് ഹ ആണ്, ഹ. അപ്പോൾ നമുക്ക് ഹർക്കത്ത് മാറി വരുന്ന വേർഡ്സുകളൊക്കെ നോക്കാം. എന്താണ്? ഹജ് മുൻ, ഹജ് മുൻ, ഹ. ഹജ് മുൻ. ഹുബൂറുൻ, ഹുബൂറുൻ. ഹിലാലുൻ, ഹിലാലുൻ, ഹിലാലുൻ. സഹ്മുൻ, സഹ്മുൻ, സഹ്മുൻ. ഹാദിമുൻ, ഹാദിമുൻ. ഹാ നീട്ടാൻ വരുന്നു. ഹാദിമുൻ. ഷുഹൂദുൻ, ഷുഹൂദുൻ, ഷുഹൂദുൻ. മുഹീനുൻ, മുഹീനുൻ, മുഹീനുൻ. മഹ്ദുൻ, മഹ്ദുൻ. ഷഹ്മുൻ, ഷഹ്മുൻ. അഹ്ദുൻ, അഹ്ദുൻ. മിൻഹു, അൻഹു. ഫിക്ഹുൻ, ഫിക്ഹുൻ, ഫിക്ഹുൻ. അപ്പം നമ്മൾ ഹ ഏതൊക്കെ രീതിയിൽ എഴുതുന്നതെന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കിയാലോ. ഹ തുടക്കത്തിൽ എഴുതുന്ന രീതി മനസ്സിലാക്കുക. ഓക്കെ. പിന്നെന്താണ്? ഒരക്ഷരത്തോട് ചേർത്ത് എഴുതുന്ന രീതി. ഹ, ഹു, ഹി എന്നൊക്കെ നീട്ടാനും അദ്ധക്ഷരവും അക്ഷരങ്ങളുടെ ഇടയിൽ വരുമ്പോൾ എഴുതുന്ന രീതിയൊക്കെ ഇവിടെ മനസ്സിലാക്കണം. പിന്നെ ഇടയിൽ തന്നെ എഴുതുമ്പോൾ ഇതുപോലെ ഇങ്ങനെയും എഴുതാം, അത് മനസ്സിലാക്കുക. പിന്നെ ഹ അവസാനിക്കുന്ന അക്ഷരമാണെങ്കിലോ ഇതുപോലെ ഇവിടെ എഴുതിയതുപോലെ മിൻഹു, അൻഹു, ഫിക്ഹുൻ. മനസ്സിലാക്കുക. ഹൻ, ഹുൻ, ഹിൻ. കൾ തന്നിട്ട് ഫത്താ തൻവീൻ, ലമ്മാ തൻവീൻ, കസ്റാ തൻവീൻ വന്ന് മനസ്സിലാക്കുക. ഹ, ഹു, ഹി, മഹ്. ഹ, ഹു, ഹി, മഹ്. ഇവിടെ താഴെ ഹ, ഹ. ഹ എഴുതുന്ന എഴുത്ത് രീതി മനസ്സിലാക്കുക. ഇവിടെ നിന്നാണ് ഇങ്ങനെ തുടങ്ങുക. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ ലൈൻമേൽ നമ്മൾ ഫസ്റ്റ് തുടങ്ങിയ ലൈൻമേൽ മുട്ടിയിട്ടുണ്ട് ഇവിടെ, മനസ്സിലായില്ലേ? എന്നിട്ട് അതിലൂടെ ഇങ്ങനെ എഴുത്ത് രീതി മനസ്സിലാക്കുക. ഇങ്ങനെ കൊണ്ടുവരിക, എന്നിട്ട് ഇങ്ങനെ ഹ, ഹ കേട്ടോ. നമുക്ക് ഹാഇൻ്റെ എഴുത്ത് രീതി ഒന്ന് മനസ്സിലാക്കാം. ഇതുപോലെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് എഴുതി പഠിക്കുക എല്ലാവരും. ഇവിടെ ഹ നമ്മൾ ഇടയിൽ എഴുതുന്നതും അവസാനിക്കുമ്പോൾ എഴുതുന്നതും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അതൊക്കെ ഇതുപോലെ എഴുതി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എഴുത്ത് രീതിയൊക്കെ നന്നായി ക്ലിയർ ആക്കുക. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ എഴുതുന്ന ഹ എഴുതി. ഇനി നമ്മൾ ഒരക്ഷരത്തിൻ്റെ ഇടയിൽ വരികയാണ്. അപ്പോൾ മഹ്ദ് എന്ന് എഴുതുമ്പോൾ ഇടയിലാണ് ഹ വരുന്നത്. അപ്പോൾ ആ മീമിനോട് ചേർത്തിട്ട് ഹ എഴുതുന്ന രീതിയാണ് ഇപ്പോൾ ഈ എഴുതുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതി. ഇനി അവസാനിക്കുകയാണ്. അൻഹു എന്ന്, മിൻഹു എന്നൊക്കെ എഴുതുമ്പോൾ അവസാനിക്കുമ്പോൾ അവിടെ അവസാനത്തിൽ എഴുതുക. അതുമിലൂടെ ഇങ്ങനെ നീട്ടിയിട്ട് അതുമിലൂടെ ആ ഹ അങ്ങനെ ഇടുകയാണ് ചെയ്യുക. അത് അവസാനിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ അതിനോട് ചേർത്തിട്ട് പൊന്തിച്ചിട്ട് വേണം എഴുതാൻ. അതിന് ലെവലിലാവരുത്. ഇങ്ങനെ പൊന്തിക്കാണ്ട് മേലെ പോയി എഴുതാൻ പാടില്ല. അപ്പം അത് തെറ്റാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് എല്ലാവരും എഴുതുന്ന മിൻഹു, അൻഹു എന്നൊക്കെ എഴുതി മനസ്സിലാക്കുക. ഹാകൾ, ഇത്തരം ഹാകളൊക്കെ എഴുത്തിലൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ. നമുക്ക് ബാക്കി ഭാഗങ്ങൾ നോക്കാം. നക്ര വായിക്കാനാണ്. ഹ ദ് മുൻ, ഹ ദ് മുൻ. ഹ ഫസ്റ്റ് വന്നു അല്ലേ. ഹ ദ് മുൻ. സഹ്ലുൻ, സഹ്ലുൻ ഇടയിൽ വന്നു. സഹ്ലുൻ. മിൻഹു, മിൻഹു. ഹ അവസാനത്തിൽ വന്നു. കുർഹുൻ, കുർഹുൻ. ഹ വന്നു. കുർഹുൻ. ഹാലിക്കുൻ,
ഹാലിക്കുൻ 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 ഷഹീദുൻ ഷഹീദുൻ ഹ നീട്ടുന്നു ഷഹീദുൻ ഫുഹൂദുൻ 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 ഹ ഹി ഹു മനസ്സിലാക്കുക. ഇനി നമുക്കെന്താണ് ഹ വന്ന ഖുർആനിൽ വന്ന ചെറിയ വേർഡ്സുകളാണ്. എന്താണ് ഹഷീമൻ ഹുമസത്തിൻ ഹുമസത്തിൻ ഹുനാലിക്ക ഹുനാലിക്ക. ഇനിയാ ഈ രീതിയിൽ ഹ ചേർത്ത് വരുന്ന രീതിയിലുള്ള ഹ. അഷ്ഹുറുൻ അഷ്ഹുറുൻ ഷഹിദല്ലാഹു ഷഹിദല്ലാഹു ഫൗഖിഹിം ഫൗഖിഹിം ഫൗഖിഹിം. മനസ്സിലായില്ലേ? ഹ ഇടയിൽ വന്നതൊക്കെ മനസ്സിലാക്കി വേർഡ്സ് മനസ്സിലാക്കി വായിക്കട്ടാ. ഇനി എന്താണ് ഇങ്ങനെ വരുന്ന ഹ അവസാനത്തിൽ വരുന്നത് അല്ലേ? ശുബ്ബിഹ ശുബ്ബിഹ. അപ്പോൾ ഇവിടെ നമ്മൾ ഖുർആൻ വേർഡ്സിലാവുമ്പോൾ നമ്മൾ എന്താണ് ഹ എന്ന് വ്യക്തമാക്കി പറയൂല. ഒരു നിർത്തുമ്പോൾ അവിടെ നമ്മൾ ഹ ശുബ്ബി മനസ്സിലായ. അപ്പോൾ ഇവിടെ ഫത്തഹ വന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ചേർത്ത് പറയാം. അത് നമുക്ക് അങ്ങനെ തന്നെ ഫത്തഹ നൽകി പറയാം. ശുബ്ബിഹ ശുബ്ബിഹ. അടുത്തതാ ഫവാക്കിഹു ഫവാക്കിഹു. അപ്പോൾ ഇവിടെ നമ്മൾ ഫവാക്കിഹ് ഫവാക്കിഹ് അങ്ങനെയാണ് ഈ ഹാകൾ ഖുറാന് ഖിറാഅത്തിൽ വരിക കേട്ടോ. അപ്പോൾ ഫവാക്കിഹു. അടുത്തതാ ബിഇൽമിഹി ഹി നീട്ടാൻ ചെറിയ യാ ആണിത്. യാ സോയിറ എന്ന് പറയും. ഇതൊക്കെ ഖുർആന് നമുക്ക് തജ്വീദൊക്കെ പഠിക്കുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാവുക കേട്ടോ. ബിഇൽമിഹി മനസ്സിലാക്കുക. ഇനി ആ ഖുർആനിൽ നിന്നുള്ള ചെറിയ വേർഡ്സുകളാണ്, നമുക്കത് വായിക്കാം. അംഹിൽഹും അംഹിൽഹും ഹി ഹു അല്ലേ? ഹബാഅൻ ഹബാഅൻ ഫജഅൽനാഹു ഫജഅൽനാഹു ഹൗലഹു ഹൗലഹു. നേരത്തെ യാവ് സോയിറ പറഞ്ഞതുപോലെ വാവ് ചെറിയ വാവ് വാവ് സോയിറ ഈ ഹാവിനെ നീട്ടാൻ വേണ്ടിയിട്ടാണ് ഹൗലഹു. അപ്പോൾ അതൊക്കെ ഖുർആൻ ഓതി നമ്മൾ തജ്വീദൊക്കെ പഠിക്കുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കുക കേട്ടോ. നമുക്കിതിൻ്റെ തദ്രിബാത്ത് നോക്കാം. അപ്പോൾ നമുക്കതിൻ്റെ വർക്ക് ബുക്ക് നോക്കാം. നമ്മളെന്തായിരുന്നു ഹുദ് 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 ഹൂപ്പ് അല്ലേ? ഹുദ് ഹുദ് മരം കൊത്തി. അപ്പോൾ ഹ എഴുതുന്ന രീതി മനസ്സിലാക്കിയതാണ് നമ്മൾ. അപ്പോൾ അതുപോലെ നമുക്കിതിന് നിറം നൽകണം അല്ലേ? ഇവിടുന്ന് ഇങ്ങനെ നിറം നൽകാം. ഇതിന് ഗ്രീനും ഇതിന് റെഡും നൽകി നമുക്ക് ഭംഗിയിൽ ഹ എഴുതാം. ഇനി നെർസും എഴുത്ത് രീതി മുകളിലൂടെ എഴുതുക കേട്ടോ. എഴുതിയിട്ട് പഠിക്കുക. അങ്ങനെ തന്നെ ഹ ഹ ഹ പറഞ്ഞ് എഴുതട്ടാ. ഇനി നെക്തുബ് എന്താണ് ഹ ഒരക്ഷരത്തോട് ചേർത്ത് എഴുതുമ്പോഴുള്ള രീതി മനസ്സിലായില്ല? അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഇവിടെ എഴുതുക നെക്തുബ് താഴോട്ട് എഴുതുക. അപ്പോൾ ചില അക്ഷരങ്ങളുടെ ഇടയിൽ എഴുതുമ്പോൾ അതായത് സഹലു സഹലു എന്നൊക്കെ എഴുതുമ്പോൾ ഇടയിലാണ് വരിക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഹ ചേർത്ത് എഴുതാം. മനസ്സിലായില്ല? അപ്പോൾ ഇത് എഴുതുന്ന രീതി അങ്ങനെ ഇവിടുന്ന് മനസ്സിലായില്ല? അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഇത് എഴുതി കംപ്ലീറ്റ് ആക്കുക. ഇനി ആ ഹ ഇങ്ങനെ എഴുതാം നമുക്ക് അക്ഷരങ്ങളുടെ ഇടയിൽ എഴുതുമ്പോൾ. മനസ്സിലായില്ല? ഇവിടെ ഇങ്ങനെ എഴുതിയിട്ട് അങ്ങനെ മനസ്സിലാക്കിയിട്ട് എഴുതാം. അതിൻ്റെ മേലെ കൂടെ എഴുതി നോക്കുക. അങ്ങനെ എഴുതി മനസ്സിലാക്കുക. ഇനി ഒരു വേർഡ്സ് അവസാനിപ്പിക്കുകയാണ് ഹാവ് കൊണ്ട്. ഹാവ് കൊണ്ട് ഒരു വേർഡ്സ് അവസാനിപ്പിക്കുമ്പോൾ ഇതുപോലുള്ള ഹാവ് കൊണ്ടാണ്. മനസ്സിലായില്ല? നമ്മൾ മുമ്പ് താ പഠിച്ചിരുന്നു അല്ലേ? അതുപോലെ അക്ഷരത്തോട് ചേർന്ന് വരുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ ഇങ്ങനെ ഹ ഇടുക. മനസ്സിലായില്ല? ഏത് അക്ഷരമാണോ അതിനോട് ചേർത്തിട്ട്
ഇങ്ങനെ ഇട്ട് അക്ഷരങ്ങൾ നമ്മൾ നിർത്തും. അപ്പം നിർത്തുന്ന സ്ഥലത്ത് ആണെങ്കിൽ അത് നമ്മൾ ഇങ്ങനെയാണ് എഴുതുക എന്ന് മനസ്സിലാക്കിയിട്ട് ഹ എന്ന് പറഞ്ഞ് അത് എഴുതി കംപ്ലീറ്റ് ആക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് എഴുതാൻ തന്നിട്ടുണ്ട് ഇവിടെ 4 ബോക്സ്. അപ്പോൾ നമ്മളിപ്പോൾ അക്ഷരങ്ങൾ എഴുതാൻ പഠിച്ച രീതിയിൽ ചേർത്ത് എഴുതുന്നതും അവസാനത്തിൽ വന്നതൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്കിവിടെ എഴുതാം. ഹജ്മുൻ 1 മുതൽ 4 ബോക്സിൽ ഓർഡറിൽ ഇങ്ങനെ എഴുതുക. ഹജ്മുൻ. അടുത്തതാ സഹലുൻ. അപ്പോൾ ഇവിടെ ആദ്യത്തേത് വന്ന് ചേർത്ത് എഴുതിയത് അല്ലേ, പിന്നെ ഇടയിൽ വന്നപ്പോൾ എഴുതിയത് സഹലുൻ. അപ്പോൾ അത് മനസ്സിലാക്കി എഴുതുക. പിന്നെ അഹ്ദുൻ ഇടയിൽ എഴുതുന്ന രീതി നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, അപ്പോൾ അതേപോലെയും എഴുതാം. അഹ്ദുൻ. പിന്നെ ഷിബ്ഹുൻ. അപ്പോൾ ഇവിടെ അവസാനത്തിൽ വന്നു ഷിബ്ഹുൻ. അപ്പോൾ അത് എഴുതിയത് മനസ്സിലാക്കിയിട്ട് എഴുതുക. അപ്പോൾ വായിച്ച് മനസ്സിലാക്കിയാണ്ട് എഴുതുക. ഇനി എന്താണ്, നിലവിൽ നിറം നൽകാനാണ്. ഹാഇൻ്റെ റൗണ്ടിൽ ഇത് സോദിന് നിറം നൽകണ്ട. തോന് വേണ്ട. ഐനിനും വേണ്ട. പിന്നെ നെലോ മുറബ ഇതുപോലെ വന്ന ഹാഇന് എന്താണ്, ചതുരാണ് വരയ്ക്കേണ്ടത്. ചതുരം. അപ്പോൾ ഇവിടെ അല്ലേ, ഇതൊക്കെ എക്സാമിന് വരും ഇതേപോലെ. ജുഹുദുൻ. ഇവിടെ മഹ്ദുൻ, ജുഹുദുൻ, ലുഹുറുൻ, ഫിഹ്റുൻ, കഹ്ഫുൻ. അപ്പോൾ മനസ്സിലാക്കുക. ഇനി എന്താണ് നെസ്തമിയോ വനക്തുബു. ഈ വരുന്ന ഏതെങ്കിലും വേർഡ്സ് നിങ്ങൾക്ക് ഉസ്താദ് ഡിറ്റക്ഷൻ വേർഡായിട്ട് തരും. അപ്പോൾ നിങ്ങൾ ഉസ്താദ് പറഞ്ഞു തരുമ്പോൾ അത് ഇവിടേക്ക് എഴുതുകയാണ് വേണ്ടത് കേട്ടോ. അപ്പം ഞാനതുപോലെ ഒരു 4 വേർഡ്സ് പറഞ്ഞു തന്നാൽ നിങ്ങൾ എഴുതുക. എന്താ എഴുതാം നമുക്ക്? ഷഹിദ. അപ്പം അത് എഴുതുക. അതുപോലെ മഹ്ദുൻ എഴുതുക. പിന്നെ ഹജ്മുൻ എഴുതാം. അൻഹു അവസാനത്തിൽ വന്നത് അൻഹു. അപ്പം അതൊക്കെ സ്വന്തമായിട്ട് എഴുതി നോക്കുക അതിൽ കേട്ടോ. അപ്പം എത്രയാണ് നമുക്ക് ഈ ഹുദ്ഹുദ് എന്ന പാഠഭാഗത്തിൽ മനസ്സിലാക്കാനുള്ള ഇതിൻ്റെ വ്യത്യസ്ത എഴുത്ത് രീതി, എവിടെയൊക്കെ എങ്ങനെയൊക്കെ എഴുതണം എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് എഴുതുക, പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.